ഈ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ ആ ലക്ഷ്യം വെച്ചതിൽ രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ആക്രമണങ്ങളെയും നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞു. പക്ഷേ രാജസ്ഥാനിൽ എയർഫോഴ്സ് സ്റ്റേഷനുകൾ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം, അതിപ്പോ ഫലൗഡിയാണെങ്കിൽ ഒരു 20 കിലോമീറ്ററൊക്കെ തൊട്ടു മുൻപിലാണ് ഇതൊക്കെ നിർവീര്യമാക്കാൻ കഴിയുന്നത്. ഇതല്ലായിരുന്നെങ്കിൽ ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. ബിക്കനീറിലും ഒക്കെ ബാൽമീറിലും ഒക്കെ ഈ തരത്തിലുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നു. ഓരോ സംസ്ഥാനമായി ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഫോക്കസ് കൊടുക്കുന്ന രാജസ്ഥാനാണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ ആണെങ്കിലും രാജസ്ഥാനും പഞ്ചാബിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു അലർട്ടിലേക്ക് കടന്നിരിക്കുന്നു, എത്രത്തോളം സജ്ജമാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപർണ, ഇപ്പോൾ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് നിയന്ത്രണരേഖയോട് ചേർന്നുകൊണ്ട് നടക്കുന്നു. ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിവെപ്പും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് പൂഞ്ച് സെക്ടറിലും ഒപ്പം തന്നെ ഉറി സെക്ടറിലുമാണ്. ഒപ്പം വടക്കൻ കശ്മീരിലെ ബാരാമുള്ള അടക്കമുള്ള പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഉറിയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഈ 2 സെക്ടറുകളിലാണ് അതിരൂക്ഷമായി തന്നെ പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. കാരണം സാധാരണഗതിയിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്കാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സാധാരണക്കാരെ ഒപ്പം തന്നെ കേന്ദ്രങ്ങളെ, ഗുരുദ്വാരകളെയൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ പാകിസ്ഥാൻ കടന്നിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അവർക്ക് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. കാരണം പാകിസ്ഥാന്റെ പ്രദേശം എന്ന് പറയുന്നത് അത് ഏതാണ്ട് മലമുകളിലും ഇന്ത്യ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ആ ആനുകൂല്യമൊക്കെ മുതലെടുത്തുകൊണ്ടാണ് മോർട്ടർ ഷെല്ലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നത്. മാത്രവുമല്ല, ഈ മേഖലയിൽ രാവിലെ വലിയ പൊട്ടിത്തെറി കേട്ടു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരത്തിൽ അതിർത്തിയിലെ സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ മോശമായി തുടരുകയാണ്. അതാണ് ഉറി മുതൽ ഏതാണ്ട് ജമ്മുവിൻ്റെ മേഖല മുതൽ ഒപ്പം തന്നെ കശ്മീർ വരെയുള്ള നിയന്ത്രണരേഖയിൽ ചേർന്നുള്ള സ്ഥലങ്ങളിലെ സാഹചര്യം. അതായത് രജൌരിയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു, പൊട്ടിത്തെറി കേട്ടു എന്ന വാർത്ത കൂടി വരുന്നു. ഒപ്പം തന്നെ പൂഞ്ച് സെക്ടറിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കേട്ടു എന്നാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആക്രമണം അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്നു. ഒപ്പം തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി, ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വിറച്ചുപോയതാണ്, പതറിപ്പോയതാണ്. പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഏതാണ്ട് 8:30 ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, മിലിറ്ററി സ്റ്റേഷനുകളൊക്കെ തന്നെ ലക്ഷ്യം വെച്ച് ഡ്രോണും മിസൈലുകളും ഒക്കെ തന്നെ അയച്ചെങ്കിൽ അതിനുശേഷം ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ വരികയാണ്. അവിടെയും ജമ്മു തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ പടിഞ്ഞാറൻ അതിർത്തിയിലെ മറ്റു പല പ്രദേശങ്ങളും സമാനമായ രീതിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം. ആ വാർത്ത വരുന്നതേയുള്ളൂ. ഏതായാലും ജമ്മുവിലെ നീക്കം ഈ ഘട്ടത്തിൽ തടഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ നീക്കമൊക്കെ തന്നെ സേന തകർത്തിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നേരമാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ പാകിസ്ഥാൻ വർഷിച്ചത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ തകർത്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും പാകിസ്ഥാന്റെ നീക്കം എന്നറിയേണ്ടതുണ്ട്. ഏതായാലും പല യുദ്ധവിമാനങ്ങൾ, ഏതാണ്ട് 3-4 യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടുണ്ട്, വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് സേന. ഒപ്പം തന്നെ ജയ്സാൽമീറിൽ ഒരു പാക് പൈലറ്റ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത്. രാകേഷ്, ഈ പറഞ്ഞ പോലെ അതിർത്തിയിൽ ജമ്മു കാശ്മീർ മേഖലകളിൽ ഇപ്പോഴും തുടർന്ന ആക്രമണം, ഈ ഉറിയിൽ നിന്ന് വരുന്ന യുവതിയുടെ മരണമടക്കമുള്ള കാര്യങ്ങൾ, പാകിസ്ഥാൻ ഒരു ഇഞ്ച് പോലും പിറകിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെ. തുടരാക്രമണങ്ങൾ നടത്തുക, അത് ആകാശത്തു കൂടിയാണെങ്കിലും കരയിലൂടെയാണെങ്കിലും ഒരു യുദ്ധ സ്ട്രാറ്റജിയിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും ഇന്നലെ ഒക്കെ രാത്രിയിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട മറ്റ് സംസ്ഥാനങ്ങൾ, ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളൊക്കെ, രാജസ്ഥാനാണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഒക്കെ, പഞ്ചാബിലൊക്കെ അവാക്സ് എയർക്രാഫ്റ്റ് ഒക്കെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ഡിഫൻസ് സിസ്റ്റം. രാജസ്ഥാനിൽ ലക്ഷ്യമിട്ടത് പ്രധാനപ്പെട്ട എയർഫോഴ്സ് കേന്ദ്രങ്ങളൊക്കെയായിരുന്നു. കൂടുതൽ വലിയ തലത്തിലേക്ക് കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത്. അതിർത്തിക്ക് അപ്പുറത്തേക്ക്, അകത്തേക്ക് കയറിയുള്ള ആക്രമണത്തിൽ അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണോ ഇപ്പോൾ വരുന്ന ഈ ആക്രമണ വാർത്തകളും അപ്ഡേറ്റുകളും എല്ലാം
ജമ്മു കാശ്മീർ മേഖലകളെ മാത്രം നിൽക്കുന്ന കാര്യമാണോ? കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന് ആക്രമണം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ഇന്ത്യൻ സൈന്യം അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാം അപർണ. കാരണം ഇന്ന് പുലർച്ചെ ഏതായാലും ജമ്മു ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നീക്കം നടത്തി എന്ന വാർത്ത മാത്രമാണ് പുറത്തു വരുന്നത്. ഏതായാലും മറ്റ് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നോക്കുകയാണെങ്കിൽ ശ്രീനഗർ മുതൽ ഏതാണ്ട് ഗുജറാത്തിലെ ഭുജ് വരെയുള്ള പ്രദേശങ്ങൾ, അതായത് എവിടേക്കാണോ അന്താരാഷ്ട്ര അതിർത്തിയും ഒപ്പം തന്നെ LOCയും ഒക്കെ ഉള്ളത്, അവിടെയൊക്കെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കം, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർത്തിരുന്നു, വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് അതിർത്തിയിലാണ്. അതിർത്തി കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്നതാണ് ഇത്തരത്തിൽ പാക് സൈന്യത്തിന്റെ പ്രകോപനം. അവിടെ ഷെല്ലാക്രമണം ഇന്നും തുടർന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഷെല്ലിംഗ് നടന്നിട്ടുള്ളത്. കാരണം ഷെല്ലിംഗ് എല്ലാ കാലത്തും പാക് പട്ടാളം നിയന്ത്രണ രേഖയിൽ നടത്താറുണ്ട്, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജനവാസ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. അങ്ങനെയാണ് 16 പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോൾ പുറച്ചു വരുന്ന വാർത്ത അവിടെ ഒരു പ്രദേശവാസിയായ സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ അവിടെ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ 17 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പാക് ആക്രമണത്തിൽ എന്നുള്ളതാണ്. ഏതായാലും രാത്രി ഉടനീളം വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി, ഇന്ത്യൻ പോസ്റ്റുകളും ജനവാസ കേന്ദ്രങ്ങളും ആക്രമിച്ചു, കനത്ത ഷെല്ലാക്രമണം ഉണ്ടായി. പൂഞ്ചിലും രജൌരിയിലും വലിയ രീതിയിൽ സ്ഫോടന ശബ്ദം കേട്ടു, പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഏതായാലും വാർത്തകൾ വരുന്നത്, നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ ഇതേ സമയം തന്നെയാണ് ജമ്മുവിൻ്റെ ആകാശത്തും ഇത്തരത്തിൽ ഡ്രോണുകൾ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനുണ്ട്, ശ്രീനഗർ വിമാനത്താവളമുണ്ട്. ഇതുകൂടാതെ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉദ്ധംപൂരാണ്. സൈനിക നീക്കം, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട സൈനിക നീക്കം നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നോർത്തേൺ കമാൻഡ്. ജമ്മു അടക്കമുള്ള മേഖലകൾ നോർത്തേൺ കമാൻഡിന്റെ കീഴിലാണ്. അപ്പോൾ ഉദ്ധംപൂർ അടക്കമുള്ള മേഖലകൾ ലക്ഷ്യമാക്കിക്കൊണ്ടും പാകിസ്ഥാന്റെ ഡ്രോണുകൾ വന്നു. അത് ഏതായാലും ഇന്ത്യ തകർത്തിരിക്കുന്നു. ഇന്ത്യ അത്തരം നീക്കങ്ങളൊന്നും തന്നെ പാകിസ്ഥാന് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പാകിസ്ഥാന്റെ നീക്കങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. പക്ഷേ ഈ നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, പാകിസ്ഥാൻ ഇതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ കരുതാം. ഒരുപക്ഷെ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായേക്കാം. കാരണം പാകിസ്ഥാൻ കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ തകർക്കുകയായിരുന്നു. ഇന്നലെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു, അത് തകർത്തു. ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ അടക്കം, പഠാൻകോട്ട് അടക്കം പഞ്ചാബിലെ, ഒപ്പം തന്നെ ജമ്മുവിലും ശ്രീനഗറിലും ഒക്കെ തന്നെ ലക്ഷ്യമാക്കിയ ഒരു ഡ്രോണുകളും ഒക്കെ തന്നെ വന്നിരുന്നു. അതെല്ലാം തന്നെ തകർത്തു. പക്ഷേ ഇതിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇനിയും ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അത് കരുതലോടുകൂടി കാണുന്നുണ്ട് സേനാ വിഭാഗങ്ങൾ. ഏതായാലും തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ, ഒരു കൂടിയാലോചനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇന്നേതായാലും രാവിലെ 3 സേനാ മേധാവികളും രാജ്നാഥ് സിംഗിനെ കണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അറിയിക്കാനുള്ളത്, ഇന്നലെ രാത്രി നടന്ന് എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബോധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി രാജ്നാഥ് സിംഗും സമാനമായ രീതിയിൽ അതിർത്തിയിലെ സാഹചര്യം ഒക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി അറിയേണ്ടത് ഇന്ത്യ ഏതൊക്കെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരം ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്കില്ല. സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നാണ് അക്കാര്യങ്ങളൊക്കെ തന്നെ വരേണ്ടത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നു, എന്തിനുള്ള മറുപടിയാണ് ഇന്ത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ അത്തരമൊരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും വീണ്ടും പ്രകോപനം തുടരുകയാണ്. ഒരു ആകാശയുദ്ധത്തിലേക്ക്, ആകാശയുദ്ധം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും.